നമ്മുടെ അയൽരാജ്യവും ശത്രുരാജ്യവുമൊക്കെയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയ്ക്കും ഇറാൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട ആകെപ്പാടെ വല്ലാതെ ആശങ്കപ്പെടുന്നൊരു സാഹചര്യമാണ്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനിലെ US താവളങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയുമായിട്ടുള്ളൊരു സഹകരണം ഉള്ളതുകൊണ്ട് സൗദിയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കും. ഇനി പാകിസ്ഥാനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ സൗദിയെ ആക്രമിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കും. അങ്ങനെ ഒരു കരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദിയിലെ വിമാനത്താവളത്തിന് നേരെ, സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയൊക്കെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അപ്പോൾ തിരിച്ചടിക്കേണ്ട ബാധ്യതയുണ്ട് കരാർ അനുസരിച്ച്. അങ്ങനെ തിരിച്ചടിക്കാനുള്ള ഒരു ശക്തി പാകിസ്ഥാനുണ്ടോ? അങ്ങനെ പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ നേരത്തെ മുതൽ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇറാൻ്റെ ആക്രമണം, പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. അതായത് അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന പരമോന്നത നേതാവ് തീർന്നു. പകരം വരുന്ന അടുത്ത പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ മകനായ മുജ്തബ ഖമനയി ആണെങ്കിൽ അതേ വൈരാഗ്യത്തോടെ, അതേ ശത്രുതയോടെ പാകിസ്ഥാന് നേരെ അടുത്ത ആക്രമണം ഉണ്ടായേക്കാം. ഇപ്പോൾ GCC രാജ്യങ്ങളെ ആക്രമിച്ചതിന് സമാനമായിട്ട് ഒരാക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടായാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനും വളരെ അപ്പുറം ദയനീയമായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും ടർക്കിയും ഒക്കെ കൂടി ചേർന്ന് ഒരു ഇസ്ലാമിക നാറ്റോ ഉണ്ടാക്കും എന്നുള്ള ചർച്ച നേരത്തെ സജീവമായിരുന്നു. അങ്ങനെ ഒരു ഇസ്ലാമിക നാറ്റോ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇറാനെ അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് തന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കാരണം അമേരിക്കയുടെ സൈന്യ ബേസ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് അവർ ആവശ്യമായിട്ടുള്ള ആക്രമണ സംവിധാനങ്ങൾ അഴിച്ചുവിടുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇറാൻ ശക്തമായ രീതിയിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെ, എന്നുവെച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമണം അഴിച്ചു. ഗൾഫിൽ തീമഴ പെയ്യിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തുണ്ടാകും. സൗദി അറേബ്യയും കൂട്ടത്തിൽ ആക്രമിക്കുന്നു. പക്ഷേ പാകിസ്ഥാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യയെ പാകിസ്ഥാനോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ യുദ്ധം ആരെയാണ് സഹായിക്കുക? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.